നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ എൻ്റെ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇതെന്താ ഇങ്ങനെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? നാളെ വിഷുവാണ്. ഈ വീഡിയോ നേരത്തെ ഇടണമെന്ന് ഞാൻ വിചാരിച്ചതാണ്, പക്ഷേ എങ്കിൽ പറ്റിയില്ല. ഇത് കണ്ടോ, ഇത് ഈ വിളക്കിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ കല്യാണം കഴിഞ്ഞ് കയറുമ്പോൾ ഏട്ടൻ്റെ അമ്മ കൈ തരുന്നൊരു വിളക്കില്ലേ, അതായത് ഇപ്പോൾ ഇതിൻ്റെ പരുവമൊന്നുമുണ്ട്. ഞാനിത് ആകെ വൃത്തിയാക്കുന്നത് വിഷുവിന് മാത്രമേ ഉള്ളൂ, അപ്പോഴേ ഇത് എടുക്കത്തുള്ളൂ. അതുപോലെയാണ് ഇതും ഏട്ടൻ്റെ അമ്മ വന്ന ഒരു ഉള്ളിയായിരുന്നു. ഇത് ഞാൻ വിഷുവിൻ്റെ അത് മാത്രമാണ് ഉപയോഗിക്കുന്നത്. നഖം ഒന്ന് നോക്കി, ഇതാ എന്തൊരു കറുപ്പാണെന്ന്, ഭയങ്കര വെയിറ്റ് ആയിരുന്നു കേട്ടോ. ഞാനത് കാരണം ഇത് വൃത്തിയാക്കാറേ ഇല്ല. ഇത് ഒന്നിനും ഉപയോഗിക്കത്തുമില്ല. ചുമ്മാ അത് ഷോപ്പ് പീസായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ആയപ്പോഴാണ് നമ്മുടെ റീൽസൊക്കെ കണ്ടിട്ട്, സാധാരണ റീൽസ് കണ്ടിട്ട് എനിക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട്. അത് കാരണം ഞാൻ അങ്ങനെ ഒരു പ്രോഡക്റ്റ് അങ്ങനെ വാങ്ങിക്കാറില്ല. പക്ഷേങ്കിൽ ഒരു പ്രോഡക്റ്റ്, ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല കേട്ടോ, ഒരു പ്രോഡക്റ്റ് കണ്ടപ്പം ഇതെന്താണ് സംഭവം. കൂടുതൽ ഞാൻ കന്നഡയാണ് കണ്ടത്. ഇങ്ങനെ നമ്മുടെ ഓടിൻ്റെ സാധനങ്ങളൊക്കെ മിനിറ്റുകൾ കൊണ്ട് വൃത്തിയാക്കുന്നത്. എന്തായാലും ഞാനും അതായാലും ഒരു സാധനം വാങ്ങിച്ചു. അപ്പോൾ അതാണ് എന്നെപ്പോലെ ഇങ്ങനെ മടിയരായിട്ടൊക്കെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ സാധാരണ നമ്മൾ വിമ്മ്, നാരങ്ങാനീര്, ഒരുപാട് സാധനങ്ങളൊക്കെ വെച്ചിട്ടല്ലേ ഇത് ക്ലീൻ ആക്കുന്നത്. 5 മിനിറ്റ് മതി. 5 മിനിറ്റ് ഒന്നും വേണ്ട, ഒരു 2 മിനിറ്റ്സ് ഈ സാധനം ഇപ്പം റെഡിയാവും. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് ആ വീഡിയോ ഷെയർ ചെയ്യാം. എല്ലാവർക്കും അത് പ്രയോജനമാകും. വീട്ടിലൊരു മസ്റ്റായിട്ട് വേണ്ട ഒരു പ്രോഡക്റ്റ് ആമസോണിൽ കിട്ടുന്നുണ്ട്, ഫ്ലിപ്കാർട്ടിലും ഇപ്പം കിട്ടുമായിരിക്കും. അപ്പം ഞാനത് നിങ്ങളെ ഇത് കാണിച്ചു തരാം. നമുക്ക് ആ പ്രോഡക്റ്റ് എന്താണെന്ന് ഒന്ന് കാണാം. ഇതാണ് ഞാൻ പറഞ്ഞ ആ പ്രോഡക്റ്റ്. കണ്ടോ, ഹാപ്പി പ്ലാനറ്റ് അല്ലേ? ഇതവർ പ്രത്യേകം എഴുതിയിട്ടുണ്ട് കേട്ടോ. ഓർഗാനിക്കാണ്, നോൺ ടോക്സിക്കാണ്, അധികം പ്രഷറൊന്നും കൊടുക്കണ്ട കേട്ടോ. അതായത് ഞാനൊന്ന് പൊട്ടിച്ച് നോക്കി, ഇച്ചിരി ഒന്ന് ട്രയൽ കാണിച്ച് വർക്കാവുമെങ്കിലല്ലേ നിങ്ങളെ കാണിക്കാൻ പറ്റത്തുള്ളൂ. അത് കാരണം ഇതൊക്കെ ഞാനൊന്ന് ഉപയോഗിച്ചു. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വളരെ റീസണബിളാണ് കേട്ടോ. ഇത് പ്രൊമോഷണൽ വീഡിയോ ഒന്നും അല്ലേ. 200 രൂപയേ ഉള്ളൂ. 200 രൂപ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ. 200 രൂപയ്ക്ക് അല്ലെങ്കിൽ തന്നെ എന്ത് കിട്ടും നമുക്ക്? അത്ര മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രോഡക്റ്റ്. അപ്പം നമുക്കിതൊന്ന് നോക്കാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നു. കൈ കൊണ്ട് ഉപയോഗിക്കാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ശരിയാ, ഞാനത് ഉപയോഗിച്ചതാണ്. നല്ലൊരു മണമുണ്ട് കേട്ടോ. എൻ്റെ കൈ കൊണ്ടാണ് തന്നെ പുരട്ടി വെക്കുന്നതാ. നോക്കിക്കേ, ദേവി ഞാൻ കയ്യിലോട്ട് തന്നെ ഒഴിച്ചെടുക്കുന്നത്. ഇത് സിട്രിക് ആസിഡ്, അതായത് നമ്മുടെ നാരങ്ങയുടെ സംഭവം എന്തോ ഓർഗാനിക് ആണെന്ന് അവർ പറയുന്നുണ്ട്. അവർ പറയുന്നത് സ്ക്രബ് ഒന്നും വേണ്ട, തുണി മതി എന്നാണ് പറയുന്നത്. നമുക്ക് രണ്ടും വെച്ച് നോക്കാം. ഈ വെട്ടും കുത്തുമൊക്കെ ഇതിനകത്തുണ്ട്, അതൊന്നും പിന്നെ പോകത്തില്ലല്ലോ, പാടുകളല്ലേ. വെളുത്ത് വരുന്നുണ്ടോ? വെള്ളമൊന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ലേ. സ്ക്രോച്ച് പെറ്റൂടെ വെച്ചിട്ടൊന്ന് തൂത്ത് നോക്കാം. അതാകുമ്പോൾ കുറച്ച് എളുപ്പമാണ് കേട്ടോ. പോന്നുണ്ടോ നോക്ക്. ഞാൻ വലിയ പ്രഷറൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് കാണാമല്ലോ, ലൈവ് റിസൾട്ടാണ്. ഇത് ഞാൻ എന്തുമാത്രം കിടന്ന് പണിയണമായിരുന്നു. ഇത് നമ്മൾ എല്ലാവരുടെയും വീട്ടിൽ വേണ്ട ഒരു സാധനം കേട്ടോ. ഇപ്പം തന്നെ ഓർഡർ ചെയ്തു. മൊത്തം പോകുന്നുണ്ടോ? സ്ക്രോച്ച് വൈറ്റാണ് പക്ഷേ നല്ലത് കേട്ടോ. തുണിയുണ്ടെങ്കിലും ഇതിൽ തന്നെ ഈ ഒരു വർഷമായിട്ട് ഉപയോഗിക്കാത്ത സാധനമല്ലേ, കുറച്ചൊക്കെ കറുത്തിട്ട് മാർക്കുണ്ടേ. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. ടി വിയിലൊന്നും ആഡ് കണ്ടിട്ടില്ല. അതാ എനിക്കൊരു സംശയം തോന്നുന്നു. കൈ സേഫ്, ഡയറക്റ്റ് കൈ പുരട്ടണ്ട കേട്ടോ. കയ്യിൽ എൻ്റെ കൈ എവിടേക്കോ മുറിഞ്ഞിരിപ്പുണ്ട് കേട്ടോ. കുക്കിങ് ചെയ്യുന്ന സമയത്തേതാ ഒരു ചെറിയ ഇറിറ്റേഷൻ പോലെ, നീറ്റൽ പോലെ ഫീൽ ചെയ്യുന്നു. കയ്യിൽ ഞാൻ ആദ്യം ഒഴിച്ചില്ലേ, വെള്ളമൊന്നുമില്ല ഇതിൽ കേട്ടോ. ഒട്ടും വെള്ളമൊന്നും ചേർത്തില്ല, ജസ്റ്റ് അത് സ്പ്രേ ചെയ്ത് ഇനി നമുക്ക് കമത്തിക്കൊള്ളിട്ട്, അയ്യോ
ചെയ്യാവേ. എൻ്റെ വിരലിതാ ഇവിടെ ഇങ്ങനെ മുറിഞ്ഞിരിപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്കൊരു ശകലം നീറ്റൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത്രയും നമ്മൾ ഒഴിച്ചു. സാധാരണ ഇതിൻ്റെ പുറമൊന്നും കഴുകുന്നതേ അല്ല. എന്ത് വേഗം അതിൻ്റെ പുറവശം ക്ലീൻ ആയതെന്ന് നോക്ക്. നല്ലൊരു പ്രോഡക്റ്റ് ആണെന്ന് ഫീൽ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് കേട്ടോ. എന്നുവെച്ചാൽ ഇത് വാങ്ങിച്ചു വെക്കേണ്ട സാധനം തന്നെ കേട്ടോ. എളുപ്പമുണ്ടല്ലോ ജോലി. നമുക്കിത് വെള്ളം ഒഴിച്ചും കൂടെ ചെയ്ത് കാണിക്കാം. ഞാൻ ആ ബാൽക്കണിയിൽ വന്നിരുന്നത് അത് നോക്ക്. മുമ്പേ കറുത്തിരുന്നത്. അയ്യോ എന്തൊരു ഭാരമാണ്. ആദ്യമായിട്ടായിരിക്കും ഇത്രയും ക്ലീൻ ആവുന്നത്. ഒത്തിരി വർഷം പഴക്കമുള്ളതാണ്. എന്താ ഭംഗി. അയ്യോ അമ്മേ, ഒന്ന് തുടച്ചെടുക്കാം. നോക്കിയേ, അടക്കൊക്കെ കറുത്ത കുത്തുണ്ട്. അതതിൻ്റെ പ്രാവശ്യം കൺവെക്കുമ്പോൾ നോക്ക് എന്തൊരു തിളക്കം നോക്കിയേ. അയ്യോ ഇത് വാങ്ങിക്കണേ കേട്ടോ. എൻ്റെ കൂട്ട് കളിപ്പീരായിരിക്കുമെന്നും വെച്ച് ചെയ്ത് നോക്കാതോ വാങ്ങിക്കാതോ ഇരിക്കരുത്. അതിനെ ഞാൻ ലൈവായിട്ട് ചെയ്ത് കാണിച്ചു. നമുക്ക് ആ വിളക്കൂടൊന്ന് വൃത്തിയാക്കി എടുക്കാം. ഇത് വീഡിയോ എടുക്കാൻ വേണ്ടി രാവിലെ കേട്ടോ, ഏട്ടൻ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് ഇത് ആരെങ്കിലും ഒന്ന് എടുത്തു തന്നാലേ നിങ്ങളിത് സൂം ചെയ്ത് കാണിക്കാൻ പറ്റത്തുള്ളൂ. ട്രൈപോഡിൽ വെച്ചെടുത്താൽ ഈ റിസൾട്ട് കാണിക്കാൻ പറ്റത്തില്ലല്ലോ. രാവിലെ 7 മണി ആയതേ ഉള്ളൂ. വെള്ളം ഒഴിച്ച് നോക്കാം. എല്ലാവർക്കും ലൈവ് റിസൾട്ട് കാണാൻ പറ്റിയില്ലേ? നോക്ക്. വിളക്ക് എത്ര സമയം എടുത്തു? 5 മിനിറ്റ് പോലും വേണ്ട. പക്ഷേങ്കിൽ അവർ കയ്യിൽ പ്രശ്നമൊന്നുമില്ല. എൻ്റെ കയ്യിൽ ഇങ്ങനെ കുക്കിംഗ് സമയത്ത് ഞാൻ പറഞ്ഞില്ലേ കട്ടായിട്ടുണ്ട്, ഇവിടെ എവിടെയും കട്ടായിരിക്കും. അതിലൊരു ഇറിറ്റേഷനുണ്ട്. സിട്രിക് ആസിഡ് ഉണ്ടല്ലോ, നാച്ചുറലാണെന്ന് പറയുന്നത്. അപ്പം നാരങ്ങ തന്നെ ആകാം. എന്താണേലും ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുക കേട്ടോ. പ്രോഡക്റ്റ് ഞാൻ ടാഗ് ചെയ്യാം. 200 രൂപയേ ഉള്ളൂ കേട്ടോ. എല്ലാ വീട്ടിലും ഇതാ എനിക്ക് ഇത്രയും അഴുക്ക് പിടിച്ച സാധനം ക്ലീൻ ചെയ്യാൻ തന്നെ ഇത്രയേ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു ബോട്ടിൽ ഉണ്ടെങ്കിൽ എത്ര കാലം ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് എളുപ്പം വാങ്ങിച്ചു. ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായില്ലയോ? ഇത് ഉറപ്പായിട്ടും എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത്. വീണ്ടും പുതിയ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ഒരു കാരണവശാലും പറയത്തില്ല. ഒട്ടും ഉപേക്ഷ വിചാരിക്കട്ടെ കേട്ടോ. അപ്പം എത്രയും പെട്ടെന്ന് നമുക്ക് വേറെ പുതിയ വിശേഷങ്ങളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാ എൻ്റെ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദി. ഇതിൻ്റെ ഇടയ്ക്ക് എന്ത് കാര്യമെന്നൊന്നും വിചാരിക്കല്ലേ. എങ്ങനെയുണ്ട് എൻ്റെ തുളസി തറ? മുല്ല നോക്കിയേ, വല്ലപ്പോഴും ഒക്കെ ഇത് എനിക്കായിട്ട് പോകുന്നു.